ാണ് വിവരങ്ങൾ നൽകിയത്. ആത്മവിശ്വാസമാണ് അതിജീവനത്തിലേക്കുള്ള ആദ്യപടി. ഒപ്പം നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാകും. അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തിൽ നിന്ന് ജീവനും ജീവിതവും തിരിച്ചുപിടിച്ച് കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി രഞ്ജിത്തിന് പറയാനുള്ളത് അങ്ങനെ ഒരു കഥയാണ്. മാർച്ചിൽ വീടിനടുത്ത് ക്ഷേത്രത്തിലെ കിണർ വൃത്തിയാക്കുന്നതിനിടയിലാണ് കാൽ വഴുതി 117 ഗോൾ ആഴ്ചയുള്ള കിണറിലേക്ക് രഞ്ജിത്ത് പതിച്ചത്. ഓർമ്മ വരുമ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരുന്നു. ഗുരുതരാവസ്ഥയിൽ പുറത്തെത്തിച്ച രഞ്ജിത്തിന്റെ സുഷുമ്നാ നാഡിക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റു. സ്വാഭാവിക ജീവിതം അസാധ്യമാവുന്ന തരത്തിലുള്ള ഗുരുതരമായ പരിക്ക്. ഡോക്ടർമാർ ഉൾപ്പെടെ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് പറഞ്ഞ് പുറന്തള്ളിയ ഇടത്തു നിന്നാണ് ഫിനിക്സ് പക്ഷിയെ പോലെ രഞ്ജിത്ത് എഴുന്നേറ്റ് നടന്നത്. നട്ടല് പൊട്ടി L2 ലെവല് ഇഞ്ചുറിയാണ് ഉണ്ടായത്. സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ് ഉണ്ടായത്. മീൻസ് ആശുപത്രിയിലായിരുന്നു തുടർ ചികിത്സയെല്ലാം നടന്നത്. അവിടുന്ന് വന്ന് പിന്നെ ഒരു 3 മാസം ഫിസിയോതെറാപ്പി ചെയ്തു. വീട്ടിലേക്ക് എത്തിയിട്ടാകുമ്പോൾ എനിക്ക് കൂടുതലും കിടപ്പിലായിരുന്നു. എൻ്റെ ശരീരം തടി വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഡയറ്റ് ചോദിക്കാൻ വേണ്ടി നമ്മളെ വെള്ളരിക്കുണ്ട് മൾട്ടി ജിം മാഷെ കോൺടാക്ട് ചെയ്തു. കോൺടാക്റ്റല്ല, നമ്മുടെ ഒരു മച്ചനും മുഖാന്തരം കോൺടാക്ട് ചെയ്ത് മാഷ് വീട്ടിൽ വന്ന് മൊത്തം എൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തു. മാഷ് എന്നോട് പറഞ്ഞു ജിമ്മിലേക്ക് എത്തിയാൽ നിന്നെ നടത്തിക്കാം എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ കുറേ ബന്ധുക്കൾ അവിടെ പോകുന്നുണ്ട്, മച്ചനും അനിയനും എല്ലാം പോകുന്നുണ്ട്. അവർ എന്നെ എടുത്തോണ്ടും സ്റ്റെപ്പും ബാക്കറെല്ലാം പിടിച്ച് സ്റ്റിക്കെല്ലാം പിടിച്ച് കയറിപ്പോയി. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ഒഴിവാക്കി. എനിക്ക് പിന്നെ ഒരു കൈ പിടിച്ചിട്ട് നടക്കാനായി. കുറച്ച് കൂടെ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തന്നെ കയറിപ്പോകാൻ എനിക്ക് പറ്റി. കിണറിലെ വീഴ്ചയിൽ ഗുരുതര പരിക്ക് പറ്റി കിടപ്പിലായ രഞ്ജിത്ത് നിരാശയിൽ തകർന്നിരിക്കുമ്പോഴാണ് വെള്ളരിക്കുണ്ടിലെ വ്യായാമ പരിശീലകനായ ഷിജു കാര്യങ്ങൾ അറിയുന്നത്. ഷിജുവിന്റെ ഇടപെടൽ രഞ്ജിത്ത് എന്ന യുവാവിന്റെ അണഞ്ഞു പോകുമെന്ന് കരുതിയ ജീവിത പ്രതീക്ഷയാണ് പ്രകാശിപ്പിച്ചത്. എനിക്ക് പുള്ളിയുടെ ഒരു ശാരീരികാവസ്ഥ പെട്ടെന്ന് വിലയിരുത്താൻ പറ്റി. അത് എക്സ്പീരിയൻസ് വലിയൊരു ഘടകമാണ്. ഞാനിപ്പോൾ അത്രയും വർഷങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സെറിബ്രൽ പാൾസി, മസ്കുലർ ഡിസ്ട്രോഫിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിസൾട്ട് എടുത്തിട്ടുണ്ട് നല്ലപോലെ. അത് അവസാന ആശ്രയമായിട്ട് എത്തുന്ന ആൾക്കാരാണ് നമ്മൾക്ക് വരുന്നത്. എല്ലാം ഫിസിയോതെറാപ്പിയും ഡോക്ടർ എല്ലാം ഒഴിയുന്ന ആൾക്കാരാണ് ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള ആൾക്കാരിൽ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പുള്ളിയുടെ ഇതിലും വന്നിട്ടുള്ളത്. വ്യായാമ പരിശീലന കേന്ദ്രങ്ങളിൽ പോകുന്നത് ശരീരം പുഷ്ടിപ്പെടുത്താനും അമിതവണ്ണം കുറയ്ക്കാനും മാത്രമല്ല എന്ന് പഠിപ്പിക്കുക കൂടിയാണ് ഷിജു എന്ന പരിശീലകൻ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മറുമരുന്ന് കൂടിയാണ് ജിംനേഷ്യങ്ങളിലെ കൃത്യമായ പരിശീലനമെന്ന് ഷിജു പറഞ്ഞു വയ്ക്കുന്നുണ്ട് രഞ്ജിത്തിനെ സാക്ഷിയാക്കി. ആരോഗ്യ പ്രശ്നം മാറണം എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഇത്തരം പരിശീലനത്തിലൂടെ ഇങ്ങനെയുള്ള വലിയ തരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് രഞ്ജിത്തേട്ടൻ നമ്മുടെ മുമ്പിലുള്ളത്. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ സനൽ എളമ്പച്ചിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.